നവംബർ 10 6:52 ഉണ്ടായ ഡൽഹി സ്ഫോടനത്തിന്റെ നടുക്കം നമ്മളെ വിട്ടു പിരിഞ്ഞിട്ടില്ല. 13 മരണമൊക്കെ അതിൽ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. വളരെ വേഗത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. കുറ്റക്കാരെ കണ്ടുപിടിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരുടെ ലക്ഷ്യമെന്ത്, അവർക്ക് പിന്നിൽ ആര് തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം NIA കേസന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട്. 10 അംഗ സംഘം SIT രൂപീകരിച്ചിരിക്കുകയാണ് NIA. അത് വിജയ് സാഖറെയുടെ നേതൃത്വത്തിലുള്ള 10 അംഗ അന്വേഷണ സംഘമാണ് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. അവർ ഡൽഹി പോലീസിൽ നിന്നും കശ്മീർ പോലീസിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഇതിനോടകം ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ NIAക്ക് കൈമാറിയിരിക്കുകയാണ്. ഇനി NIA ആണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക. എന്തായാലും കുറെ ആളുകളിലേക്ക് ഇതിനോടകം തന്നെ അന്വേഷണം എത്തുന്നത് നമ്മൾ കണ്ടു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം. ഈ സ്ഫോടനം ഉണ്ടായിക്കഴിഞ്ഞ് പ്രധാനമന്ത്രി ആദ്യ മണിക്കൂറിൽ തന്നെ ഇതിനെ അനുശോചിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് ഭൂട്ടാനിലേക്ക് പോയി. അവിടെ നിന്ന് ഇന്ന് അദ്ദേഹം തിരിച്ചെത്തി. അദ്ദേഹം ഈ LNJP ആശുപത്രിയിലേക്കാണ് എത്തിയത്. LNJP ആശുപത്രിയിൽ പരിക്കേറ്റവരെ പ്രധാനമന്ത്രി സന്ദർശിച്ചു, അവരെ ആശ്വസിപ്പിച്ചു. പ്രധാനമന്ത്രി ഓരോരുത്തരെയും അവരുടെ അടുത്തെത്തി കാണുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഭൂട്ടാനിൽ നിന്ന് എത്തിയ പ്രധാനമന്ത്രി നേരെ LNJP ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നു. അവിടെ ആ പരിക്കേറ്റ് കിടന്ന ഓരോരുത്തരെയും അദ്ദേഹം ആശ്വസിപ്പിക്കുകയും അവരെ സാന്ത്വനിപ്പിക്കുകയും ചെയ്തു. ഇരകൾക്ക് നീതി ലഭിക്കുമെന്നും ഗൂഢാലോചനക്കാരെ ഉടൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നുമാണ് പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ അഗാധമായ ദുഃഖം ഭൂട്ടാനിലായിരുന്നപ്പോൾ രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി ഇതിന് ഉത്തരവാദികളായവരെയെല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്ന ഉറപ്പ് നൽകിയിരുന്നതാണ്. അദ്ദേഹം ഇപ്പോൾ അത് വീണ്ടും ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം അല്പസമയത്തിനകം ചേരും. സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിതല ഉപസമിതിയുടെ യോഗമാണ് ചേരുന്നത്. 5:30 ഈ യോഗം ആരംഭിക്കുക. ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ മാത്രവുമല്ല, ഈ ടെറർ മൊഡ്യൂളുകൾ ഈ രീതിയിൽ സജീവമാകുന്നതുൾപ്പെടെയുള്ള സാഹചര്യങ്ങളും അതിന്റെ സാധ്യതകളും അത് തടയുന്നതിനാവശ്യമായ നടപടികൾ തുടങ്ങി നിരവധി വിഷയങ്ങൾ ചർച്ചയാകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരം ഒരു നിർണായക യോഗമാണ് ഡൽഹിയിൽ നടക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ സ്ഫോടനമുണ്ടായ ആദ്യ മണിക്കൂറുകളിൽ തന്നെ അമിത്ഷാ LNJP ആശുപത്രിയിലെത്തുന്നു. പിന്നീട് സംഭവസ്ഥലം സന്ദർശിക്കുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നിരവധി ഉന്നതതല യോഗങ്ങൾ ചേർന്നത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹം പ്രധാനമന്ത്രിയുമായി സംസാരിക്കുകയും കാര്യങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുകയും കൂടുതൽ ഉന്നതതല യോഗങ്ങൾ ചേരുകയും എന്താണ് ഇനി ഇതിൽ സ്വീകരിക്കേണ്ടത് എന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയുമാണ്. വൈറ്റ് കോളർ മൊഡ്യൂളുകൾ വളരെ സജീവമാണ് എന്നത് ഇപ്പോൾ നമ്മളുടെ ശ്രദ്ധയിലേക്ക് വന്നിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അതിനെ നിർമ്മാർജ്ജനം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെ വേണം എന്നതൊക്കെയുള്ള കാര്യങ്ങളാണ് വിശദമായി അവിടെ ചർച്ചയ്ക്ക് വരിക. എന്തായാലും അത് വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമാണ് ഈ സ്ഫോടനത്തിന് ശേഷം ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഇനി ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ പല വിധത്തിലുള്ള സോഴ്സുകളിൽ നിന്നൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. ആദ്യം ഇതൊരു ചാവേർ ആക്രമണമാണ് എന്ന് സംശയിച്ചിരുന്നുവെങ്കിൽ അതൊരു ചാവേർ ആക്രമണമല്ല എന്ന് ഇപ്പോൾ അന്വേഷണ സംഘം ഏതാണ്ട് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. മാത്രവുമല്ല, രാജ്യത്താകമാനം വലിയ രീതിയിലുള്ള പരിശോധനകളും സെർച്ചുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി ഫരീദാബാദിലെ തന്നെ അൽ ഫലാഹ് സർവകലാശാല കേന്ദ്രീകരിച്ച് അന്വേഷണം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഈ അൽ ഫലാഹ് സർവകലാശാലയിൽ വലിയ രീതിയിലുള്ള പരിശോധനകൾ ഇപ്പോഴും നടന്നുവരികയാണ്. ഇവിടുത്തെ പള്ളിയിലെ പുരോഹിതനെ ദില്ലി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഈ പുരോഹിതൻ ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ വ്യക്തിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ശ്രീനഗർ സ്വദേശിയായ മുഹമ്മദ് ഇഷ്താഖാണ് കസ്റ്റഡിയിലായിരിക്കുന്നത്. ഏതാണ്ട് സർവകലാശാലയെ 70 പേരെ ചോദ്യം ചെയ്തതായുള്ള വിവരമുണ്ട്.
ഈ സർവകലാശാലയിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ വ്യാപക പരിശോധനയാണ് ഈ സർവകലാശാല കേന്ദ്രീകരിച്ചും രാജ്യത്തിന്റെ പല ഭാഗത്തും നടന്നു വരുന്നത്. കശ്മീരിൽ ഈ സ്ഫോടനമുണ്ടാകുന്ന ദിവസങ്ങളിൽ ഫരീദാബാദിലും മറ്റിടങ്ങളിലും ഒക്കെ നടന്ന റെയ്ഡ് നമുക്കറിയാം. അതുതന്നെയാണ് ഈ സ്ഫോടനത്തിലേക്ക് നയിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകവും. കശ്മീർ കേന്ദ്രീകരിച്ചും ഇപ്പോൾ വലിയ രീതിയിലുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട്, റെയ്ഡുകൾ നടക്കുന്നുണ്ട്. നൂറുകണക്കിന് ആളുകളെ, സംശയമുള്ളവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന വിവരങ്ങൾ വരുന്നു. അപ്പോൾ വലിയ രീതിയിൽ ഈ സംഭവം ഈ രീതിയിൽ വലിയ ജാഗ്രതയിലേക്ക്, വലിയ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക്, തെരച്ചിലിലേക്കൊക്കെ അന്വേഷണ സംഘങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ചാവേർ ആക്രമണമല്ല എന്ന ഒരു സ്ഥിരീകരണത്തിലേക്ക് കൂടി അന്വേഷണ സംഘം എത്തുകയാണ്. ഇന്ന് വളരെ നിർണായകമായ ഒരു CCTV ദൃശ്യം പുറത്തുവന്നു. അത് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ടതാണ്. ഈ സ്ഫോടനം നടക്കുന്ന സമയത്തെ CCTV ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് വളരെ കുറച്ച് സെക്കൻഡുകൾ മാത്രമുള്ളതാണ്. ആ സ്ഫോടനത്തിന് ശേഷം CCTV പ്രവർത്തനരഹിതമാകുന്ന സാഹചര്യമാണുള്ളത്. അത് നമുക്ക് വളരെ വ്യക്തമാണ്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ആ CCTV ദൃശ്യങ്ങളാണ്. റെഡ് സിഗ്നൽ, അവിടെ വലിയൊരു ബ്ലാസ്റ്റ് ഉണ്ടാകുന്നു. പിന്നീട് ആ CCTVകൾ നിശ്ചലമാവുകയാണ്. 13 മനുഷ്യരുടെ ജീവനെടുത്ത ആ നടുക്കുന്ന സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ സ്ഫോടനം നടന്ന നിമിഷം. ഇത് ഒരു ചാവേർ ആക്രമണമല്ല എന്ന ഒരു നിരീക്ഷണത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരിക്കുകയാണ്. 2 സാധ്യതകളാണ് ഇപ്പോൾ പ്രധാനമായും പറഞ്ഞു കേൾക്കുന്നത്. അത് ഒന്ന്, ഈ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുന്നു. ഡൽഹി പോലീസിന്റെയും മറ്റും നേതൃത്വത്തിൽ നടന്ന റെയ്ഡുകൾ, ഫരീദാബാദിൽ നിന്ന് സംഘാംഗങ്ങളെയൊക്കെ പിടികൂടുന്ന വാർത്ത ഈ ഉമർ നബി അറിഞ്ഞു. അയാൾ പരിഭ്രാന്തനായി. അങ്ങനെ പരിഭ്രാന്തനായ ഉമർ നബി ഈ വാഹനവുമായി പുറപ്പെടുന്നു. അബദ്ധത്തിൽ സ്ഫോടനമുണ്ടായി. വലിയ സ്ഫോടക വസ്തു ശേഖരം ഉണ്ടായിരുന്നു ആ കാറിൽ. അത് അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ചതാകാം എന്നതാണ് ഒരു നിഗമനം. മറ്റൊന്ന്, രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ ഉമർ നബി നടത്തുന്നു. പക്ഷേ ഒരു തരത്തിലും രക്ഷപ്പെടില്ല എന്നൊരു ബോധ്യത്തിലേക്ക് ഉമർ നബി എത്തുന്നു. അങ്ങനെ അവസാന നിമിഷം ഇനി രക്ഷപ്പെടില്ല എന്നുറപ്പിക്കുമ്പോൾ സംഭവിച്ച ഫിയാദീൻ ആക്രമണമായിരിക്കാം ഇത് എന്നതാണ് മറ്റൊരു നിഗമനം. ചാവേർ ആക്രമണമാണെങ്കിൽ അത് വളരെ കരുതലോടും വളരെ കൃത്യതയോടും കൂടി നടത്തുന്ന ആക്രമണങ്ങളാണ്. ചാവേറുകളാകാൻ തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കാലങ്ങളുടെ ട്രെയിനിങ് നൽകും. ചാവേർ ആക്രമണങ്ങളിലൂടെ ഇത്തരം തീവ്രവാദ സംഘടനകൾ മാക്സിമം ഡാമേജ് ഉണ്ടാക്കുക എന്ന ശ്രമം ആയിരിക്കും നടത്തുക. തന്ത്രപ്രധാന സ്ഥലങ്ങൾ തെരഞ്ഞെടുത്ത് അവിടങ്ങളിൽ ആക്രമണം നടത്തുക എന്നതാണ് ചാവേർ ആക്രമണങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഈ മോഡസ് ഓപ്പറാൻഡി ആ തരത്തിലുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ചാവേർ ആക്രമണമല്ല എന്നതാണ് കരുതുന്നത്. അപ്പോൾ വലിയ രീതിയിൽ സംഘാംഗങ്ങളെ പിടികൂടുന്ന വിവരം ഉമർ നബി അറിയുന്നു. അത് ഉമർ നബിയെ അസ്വസ്ഥനാക്കുന്നുണ്ട്. ഈ വലിയ രീതിയിലുള്ളൊരു സ്ഫോടനത്തിന് ഇവർ പദ്ധതിയിട്ടിരുന്നു. അതിനുവേണ്ടിയാണ് ഈ വാഹനങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കുകയും മറ്റും ഒക്കെ ചെയ്തത്. ഈ സ്ഫോടനമുണ്ടാക്കിയ i20 കാർ ഒക്ടോബർ 29-ന് ഉമർ നബിയുടെ കൈയിൽ എത്തിയതിനു ശേഷം അന്ന് തന്നെ പുക പരിശോധന നടത്തുന്നുണ്ട്. അതിനുശേഷം ഈ ഫരീദാബാദിലെ മെഡിക്കൽ കോളേജിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ 12 ദിവസത്തോളം ഈ കാർ ഇട്ടിരിക്കുകയാണ്. ആ കാർ അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല. അവിടെ നിന്ന് അറസ്റ്റിലായ ഒരു ഡോക്ടറുടെ സ്വിഫ്റ്റ് ഡിസയർ കാറിന് സമീപം തന്നെയാണ് ഈ കാർ നിർത്തിയിട്ടിരുന്നത്. പിന്നീട് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ അന്വേഷണ സംഘത്തിന്റെ പിടിയിലായി എന്ന വിവരം അറിയുമ്പോഴാണ് ഉമർ നബി ഈ കാറുമായി അവിടെ നിന്ന് പുറപ്പെടുന്നത്. ആ കാറുമായി പുറപ്പെട്ട ഉമർ നബി ഡൽഹിയിലേക്ക് എത്തുന്നു. കൊണാട്ട് പ്ലേസിലും മറ്റുമൊക്കെ ആ കാറുമായി എത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ ഡൽഹിയിൽ പലയിടങ്ങളിലും സഞ്ചരിച്ച് ഒടുക്കം നമ്മൾ ഏറ്റവും അവസാനം ഈ വാഹനം ഐഡന്റിഫൈ ചെയ്യുന്ന പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് എത്തിക്കുകയാണ്.
ആ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക്, ചാന്ദിനി ചൌക്കിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഏതാണ്ട് 3 മണിക്കൂറാണ് ഈ വാഹനം നിർത്തിയിട്ടിരുന്നത്. ഈ 3 മണിക്കൂറും ഉമർ നബി ആ വാഹനത്തിനുള്ളിൽ തന്നെ ഇരുന്നു, പുറത്തുപോലും ഇറങ്ങാതെ ആ വാഹനത്തിനുള്ളിൽ തന്നെ സമയം ചെലവഴിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അതിനുശേഷമാണ് പിന്നീട് ഈ വാഹനം സ്ഫോടനം നടന്ന ഇടത്തേക്ക് കൊണ്ടുവരികയും 6:52 സ്ഫോടനം ഉണ്ടാവുകയും ചെയ്യുന്നത്. ഒരു പക്ഷേ ഏറെ നേരം പാർക്കിങ്ങിലും മറ്റുമൊക്കെ ഇത് ഓണാക്കി ഇട്ടിരുന്നതാണോ എങ്ങനെയാണെന്ന് അറിയില്ല. അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ ഇതിലുള്ള സ്ഫോടക വസ്തുക്കൾ അബദ്ധത്തിൽ പൊട്ടിത്തെറിച്ചതാണോ എന്ന ഒരു സംശയമാണ് ഒരു ഭാഗത്തുള്ളത്. അല്ലെങ്കിൽ ഇനി രക്ഷയില്ല എന്നത് കണ്ട് മറ്റ് സാങ്കേതികത്വമൊന്നും ഉപയോഗിക്കാതെ ഒരു സ്ഫോടനത്തിന് അയാൾ ശ്രമിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ 2 സാധ്യതകളാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും വലിയ സ്ഫോടനങ്ങൾക്കാണ് ഈ സംഘം പദ്ധതിയിട്ടത് എന്നതാണ് കരുതുന്നത്. ഡൽഹിയിലെ തന്നെ ചരിത്ര പ്രധാനമുള്ള സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ ആഘാതമുണ്ടാക്കുന്ന സ്ഫോടനങ്ങൾ നടത്തുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്നാണ് മനസ്സിലാക്കുന്നത്. ഫരീദാബാദിൽ ഇവർ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ച 2000 കിലോയിലധികം സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ച ഇടങ്ങളിലേക്ക് മാധ്യമങ്ങൾ എത്തുന്നുണ്ട്. വളരെ വലിയ പാടത്തിന് നടുവിലെ ഒറ്റപ്പെട്ട ഒരു വീട്ടിലാണ് അവർ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചിരുന്നത്. അങ്ങനെ വളരെ ആസൂത്രിതമായി നടത്തിയ ഓപ്പറേഷനാണ്. വലിയ ആഘാതമുണ്ടാക്കുന്ന സ്ഫോടനങ്ങൾക്ക് പദ്ധതിയിട്ടതാണ്. അന്വേഷണ ഈ റെയ്ഡിലും മറ്റും ഇവരുടെ പ്ലാൻ പൊളിയുകയും പിന്നീട് അത് ഈ നിലയിൽ അവസാനിപ്പിക്കുകയുമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ ആഘാതം കുറഞ്ഞു എന്ന ഒരു ആശ്വാസമാണ് ഒരു ഭാഗത്തുള്ളത്. അപ്പോൾ ഈ വനിതാ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർ ശ്രീനഗറിൽ വെച്ചാണ് ഈ പുരോഹിതനെ മീറ്റ് ചെയ്യുകയും ആ പുരോഹിതൻ ഇവരെ റാഡിക്കലൈസ് ചെയ്യുകയും ചെയ്തു എന്നതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. നിരവധി പേരെ ഈ സംഘത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഉപകരണമായി ഈ വനിതാ ഡോക്ടർമാരെ ഉൾപ്പെടെ ഉപയോഗിച്ചിരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ വളരെ വിപുലമായ ഒരു സംഘമാണ്. ഇതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്, എവിടെ നിന്നൊക്കെ സഹായം ലഭിച്ചിട്ടുണ്ട്, ആരൊക്കെ ഇതിന് നേതൃത്വം നൽകുന്നുണ്ട്, മറ്റേതെങ്കിലും ഭീകര സംഘടനകളുടെ ഉപകേന്ദ്രമായിട്ടാണോ ഈ മൊഡ്യൂൾ വർക്ക് ചെയ്തത് തുടങ്ങി നിരവധി കാര്യങ്ങളും ചോദ്യങ്ങളുമുണ്ട്. ഇതൊക്കെ കണ്ടെത്തേണ്ടുന്നതിന്റെ വലിയ അന്വേഷണം ആവശ്യമായി വരുന്ന ഒരു സാധ്യതയും സാഹചര്യവുമുണ്ട്. വൈറ്റ് കോളർ ടെറർ മൊഡ്യൂളുകൾ എന്തായാലും സജീവമാണ്. അവർ വളരെ സ്വീകാര്യരായ ഉന്നത ഉദ്യോഗസ്ഥരായ സമൂഹത്തിൽ അങ്ങനെ സാധാരണ മനുഷ്യർക്കിടയിൽ ഇടപഴകിക്കൊണ്ട് അവരുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നു എന്നതിന്റെ വലിയൊരു ഉദാഹരണമാണ് ഡൽഹി സ്ഫോടനത്തിലൂടെ നമ്മളുടെ മുന്നിലേക്ക് മറനീക്കി വരുന്ന വിവരം. ഇത്തരം കേന്ദ്രങ്ങളെ പാടെ നശിപ്പിക്കുക എന്നതാണ് ഇനി ചെയ്യേണ്ടത്. അതിനുള്ള അന്വേഷണത്തിലേക്കും നടപടികളിലേക്കും കാര്യങ്ങൾ നീങ്ങട്ടെ എന്ന് നമുക്ക് ആശിക്കാം.